ശതമാനത്തിലേക്ക് നിയമസഭയിലേക്ക് എത്തിക്കാൻ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളിയുടേതായി വന്ന പ്രസ്താവന. നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള പദപ്രയോഗത്തിലേക്ക് അവരുടെ പഴയ മുദ്രാവാക്യം അവർ മാറ്റിയെഴുതുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ വരികയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് BJPക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ BDJSനുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ടാക്കുന്ന ഒരു മൈലേജ് അത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണെന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സീറ്റുകളുടെ എണ്ണം 1700 കടന്നില്ല എങ്കിൽ പോലും അവർ 2ാം സ്ഥാനത്ത് വന്ന 3ാം സ്ഥാനത്ത് വന്ന തെരഞ്ഞെടുപ്പ് മത്സരിച്ച സീറ്റുകളും ജയിച്ച് അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് വന്ന സീറ്റുകളുടെയും എണ്ണം നോക്കുമ്പോൾ 22,000 വാർഡുകളിൽ അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു 10,000 വാർഡുകളിൽ വിജയം കൈവരിക്കുക എന്നത് ഒരു അതിശയോക്തിയായി ആരും കാണേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം മാറിയ തലമുറയുടെ കീഴിൽ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു പുതിയ തലമുറ BJPക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് ഒരു വളർന്നു വരുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടാൻ സാഹചര്യമുണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് ടാലൻറ്റ് ഹണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടികൾ തുടങ്ങിയ യൂത്ത് കോൺഗ്രസിൻ്റെ പരിഷ്കരണം ഇപ്പോൾ അത് കേവലം യൂണിറ്റുകൾ തട്ടിക്കൂട്ടി സ്ഥാനങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ചടങ്ങായി മാറിയതോടുകൂടി പുതിയ തലമുറ റിക്രൂട്ട്മെൻറ്റ് അവസാനിച്ച സ്ഥിതിയിലാണ് ഏതാണ്ട് കോൺഗ്രസിൻ്റെ അവസ്ഥ. DYFI ഇപ്പോൾ നാമമാത്രമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം DYFIയുടെ യൂണിറ്റുകൾ പലതും പിരിച്ചുവിട്ട് പിള്ളേർ അവരെല്ലാം മറ്റു മാർഗങ്ങൾ തേടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് പല പ്രദേശങ്ങളിലുമുള്ളത്. CPMന് ശാക്തികമായി വലിയ പ്രതീക്ഷയുള്ള പ്രദേശങ്ങളിൽ പോലും CPMൻ്റെ DYFIയുടെ യൂണിറ്റുകൾ അത് നാമാവശേഷമായ ഒരു സാഹചര്യം നമ്മുടെ എല്ലാം കാഴ്ചയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് UDFന് അനുകൂലമായി കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്ക് എത്തും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയോ അല്ലെങ്കിൽ RSSോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ കണക്ക് കൂട്ടിയ കോൺഗ്രസ് മുക്ത കേരളം 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകില്ല എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 71 സീറ്റുകൾ നേടുന്ന ഏതൊരു രാഷ്ട്രീയ മുന്നണിക്കും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കേരളത്തിൽ അധികാരം